Hi everyone, welcome back to our YouTube channel. ഞാൻ മെറീന പിറജി. ദിസ് ഈസ് യുറേക്ക ക്രാഷ് കോഴ്സ് അക്കാദമി. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രസിഡൻസ് ഓഫ് ഇന്ത്യ ആണ്. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റിന്റെ കാലഘട്ടമൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ആരായിരുന്നു പ്രസിഡന്റ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ എമർജൻസി ഡിക്ലെയർ ചെയ്തത് ഏത് പ്രസിഡന്റ് ആണെന്ന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തൊന്നും ചോദിക്കാറുണ്ട് നമ്മുടെ എക്സാംസിന്. അപ്പം ഇവരുടെ കാലഘട്ടം അറിഞ്ഞിരുന്ന് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ഷോർട്ട് ട്രിക്കിലൂടെ എല്ലാ പ്രസിഡന്റ് ഇതുവരെയുള്ള രാംനാഥ് കോവിന്ദ് വരെ ഇതുവരെയുള്ള കറണ്ട് വരെയുള്ള പ്രസിഡന്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അയക്കണം. എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് വീണ്ടും ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ആദ്യമേ തന്നെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രസിഡന്റിനെ കുറിച്ചുള്ള പാർട്ട് പറയാം. ഓക്കെ, പ്രസിഡന്റ് പ്രസിഡന്റ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ സുപ്രീം ഷോർട്ടായിട്ട് എഴുതുവാണ് സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ സുപ്രീം കമാൻഡർ ആണ്. അതുപോലെ തന്നെ പ്രസിഡന്റിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ എത്രയാണ്? ഒരുപാടുണ്ട് പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 52. എന്താണ്? ദർ ഷാൾ ബി എ പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 52. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 61 എന്താണ്? ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പറയുന്ന ആർട്ടിക്കിൾ 61. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 1, 2, 3 എന്ന് പറയുമ്പോഴറിയാം ഓഡിക്കോ മീൻസ് ഓർഡിനൻസ്. പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പവർ ആണ് ആർട്ടിക്കിൾ 1, 2, 3. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 143 എന്താണ്? പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് അഡ്വൈസ് ഫ്രം സുപ്രീം കോർട്ടിൽ നിന്നുള്ള അഡ്വൈസ് വാങ്ങുന്ന പവറിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 143. ഓക്കെ ആണല്ലോ. നമ്മൾ ആർട്ടിക്കിൾസ് അമെൻമെന്റ്സിന്റെ പ്രത്യേകം ക്ലാസ് എടുക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ്. ഇപ്പം പ്രസിഡന്റിനെ കുറിച്ചൊക്കെ ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രസിഡന്റിന്റെ ടേം എത്ര വർഷമാണ്? 5 years ആണ്. 5 years ആണ് പ്രസിഡന്റ് ടേം. അതുപോലെ തന്നെ മിനിമം ഏജ് എത്രയാണ്? 35 ആണ്. 35 ആണ് മിനിമം ഏജ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ റെസിഡൻസിന് പറയുന്ന പേരെന്താണ്? രാഷ്ട്രപതി ഭവൻ. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യമേ ഞാനൊരു കോഡ് പറയാം. ഓക്കെ, നോക്കൂ, ഇതാണ് കോഡ്. ജസ്റ്റ് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർ കേട്ടിരുന്നു. രാജുവും രാധയും സക്കീർ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള വീട്ടിൽ നീലം സെയിൽ ചെയ്യാൻ രാമശങ്കര നാരായണന്മാരെ കൂട്ടി. ഇതറിഞ്ഞ കലാമിന്റെ പട്ടിക്ക് ഭ്രാന്ത് പിടിച്ചു കുരച്ചു. ഇതാണ് നമ്മുടെ എല്ലാ പ്രസിഡന്റിന്റെമാരെ അറിഞ്ഞിരിക്കാനുള്ള കോഡ്. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അവരുടെ കാലഘട്ടം മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിക്കോ, രാജു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ പ്രസിഡന്റിന്റെയും കാലഘട്ടം എത്രയാണ്? 5 years ആണ്. ഓക്കെ ആണല്ലോ. 2 എക്സെപ്ഷൻ കേസ് ഉണ്ട്. അത് ഞാൻ പറയാം. രാജു, അപ്പൊ നമുക്കറിയാം പ്രസിഡന്റ് എന്നു മുതലാണ് വന്നത്? പ്രസിഡന്റിന്റെ റൂള് 1950. നമുക്ക് റിപ്പബ്ലിക് കിട്ടിയെന്ന് തൊട്ടാണ്. അപ്പൊ 1950 to 1962. അപ്പൊ മനസ്സിലായല്ലോ, 12 years ആണ് ഡോക്ടർ രാജു എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിരുന്ന
ആളാരാണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതൊന്നും ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല. അതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാധയെന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. അത് എത്ര വർഷമാണ്? 5 വർഷമാണ്. അപ്പൊ എത്രയാണ്? 1962 to 67. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ സക്കീർ. സക്കീർ എന്ന് പറഞ്ഞ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഞാൻ പറഞ്ഞ എക്സെപ്ഷണൽ കേസിൽ ഒരാളാണ്. 67 to 69, ആകെ 2 വർഷം മാത്രമേ, 2 years മാത്രമേ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്നുള്ളൂ. അപ്പൊ അവിടുന്ന് കിട്ടി. ഏറ്റവും കുറഞ്ഞ കാലഘട്ടം, ഏറ്റവും കുറഞ്ഞ ടൈമിൽ പ്രസിഡന്റ് ആയിരുന്ന ആളാരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റുമാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് കോഡ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഓർമ്മയൊക്കെ. ഇനി ഗിരി എന്ന് ഉദ്ദേശിച്ച ആരാണ്? വി ഗിരി. ആരാണ്? വി ഗിരി. അദ്ദേഹം എത്രയാണ്? 69 to 74, 5 വർഷം തന്നെയായിരുന്നു അദ്ദേഹവും. അടുത്ത ആരാണ്? അഹമ്മദാബാദിലുള്ള എന്ന് പറഞ്ഞ ആരാണ്? മുഹമ്മദ് ഹിദായത്തുള്ള. അദ്ദേഹത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ കേസിലെ അടുത്ത ആളാണ് മുഹമ്മദ് ഹിദായത്തുള്ള. അദ്ദേഹം 3 വർഷം മാത്രമേ പ്രസിഡന്റ് ആയിട്ടിരുന്നുള്ളൂ. പദവിയിൽ ഇരിക്കെ അന്തരിച്ച വ്യക്തിയാണ്. അപ്പോ എത്ര വർഷമാണ്? 1974 to 77, അത്രയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇനി വീട്ടിൽ നീലം എന്ന് ഉദ്ദേശിച്ചതാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് നീലം എന്നത്. അദ്ദേഹം 5 വർഷം തന്നെ ഉണ്ടായിരുന്നു. 1977 to 1982. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. അതുപോലെ തന്നെ ഒരു എതിരുമില്ലാതെ ജയിച്ച പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ. സെയിൽ എന്ന് പറഞ്ഞ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഗ്യാനി സെയിൽ സിംഗ്. അദ്ദേഹത്തെയാണ് സെയിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സിഖ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം എത്ര വർഷമാണ്? ഗ്യാനി സെയിൽ സിംഗ്. അദ്ദേഹവും 5 വർഷം തന്നെയാണ്. 1982 to 1987. 5 വർഷം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ, ഈ കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടും, തെറ്റിപ്പോകത്തില്ല. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇന്ദിരാഗാന്ധി മരിച്ചത് ഏത് വർഷമാണ്? 1984 ഇന്ദിരാഗാന്ധി മരിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ സമയത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ അറിയാം, ഗ്യാനി സെയിൽ സിംഗ് ആണ്. കാരണം 1982 to 87 ആയിരുന്നു. അപ്പൊ ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴുള്ള പ്രസിഡന്റ്. ഓക്കെ. സെയിൽ ചെയ്യാൻ രാമശങ്കര നാരായണന്മാരെ. രാമൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? വെങ്കിട്ടരാമനെയാണ് രാമൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എത്രയാണ്? 5 വർഷമായിരുന്നു. 1987 to 1992. ഓക്കെ ആണല്ലോ. ശങ്കരൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് ശങ്കരൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹവും 5 വർഷമായിരുന്നു. 1992 to 97. ഓക്കെ ആണ്. നെക്സ്റ്റ് നാരായണന്മാരെ എന്ന് ഉദ്ദേശിച്ച KR നാരായണനെയാണ് നാരായണന്മാരെ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. അദ്ദേഹവും 5 വർഷമായിരുന്നു. നമ്മുടെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് കൂടിയാണ് KR നാരായണൻ. അദ്ദേഹം എത്ര വർഷമാണ്? 5 വർഷം തന്നെ ആയിരുന്നു. 1997 to 2002. ഓക്കെ ആണല്ലോ. നാരായണന്മാരെ കൂട്ടി. ഇതറിഞ്ഞ കലാമിന്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. APJ അബ്ദുൽ കലാമിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ കാലഘട്ടം എത്രയാണ്? 2002 തൊട്ട് 2007 വരെ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ പട്ടിക്ക് എന്നുള്ള പ്രതിഭ പാട്ടീൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ് പട്ടിക്ക് എന്നുള്ള. ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആണ് പ്രതിഭ പാട്ടീൽ. അദ്ദേഹം എത്ര വർഷമായിരുന്നു? 2007 തൊട്ട് 2012 വരെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആണ്. പ്രാന്തു പിടിച്ചു എന്നുള്ളത് പ്രണബ് മുഖർജി.
എത്രയാണ്? 2007 തൊട്ട് 2012 തൊട്ട് ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് എഴുതാം. 5 വർഷം തന്നെയായിരുന്നു. 2012 തൊട്ട് 2017 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഓക്കെ. ഭ്രാന്ത് പിടിച്ചു കൊരച്ചു എന്നുള്ളത് രാംനാഥ് കോവിന്ദിന്റെയാണ് ഈ കൊരച്ചു എന്നുള്ളത്. ജസ്റ്റ് കോഡ് ഓർത്ത് വെച്ചാൽ മതി. നമുക്കറിയാം 2017 തൊട്ട് ഇപ്പോഴും നമ്മുടെ പ്രസിഡന്റാണ് രാംനാഥ് കോവിന്ദ്. നമ്മുടെ 15ാമത്തെ പ്രസിഡന്റാണ്, 14ാമത്തെ വ്യക്തിയുമാണ്. ഓക്കെ. 2ാമത്തെ ദളിത് പ്രസിഡന്റുമാണ്. ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആരായിരുന്നു? KR നാരായണനായിരുന്നു. 2ാമത്തെ ദളിത് പ്രസിഡന്റാണ് രാംനാഥ് കോവിന്ദ്. ഓക്കെ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ഓരോരുത്തരെയും വെച്ച് പഠിക്കാം. അവരുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കാം. ഓക്കെ ആണല്ലോ? ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഒരു തെറ്റ് വരത്തില്ല, എല്ലാ ആൻസറും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഓക്കെ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹം ഞാൻ പറഞ്ഞു 1950 to 1962 12 വർഷം ഏറ്റവും കൂടുതൽ ഈ പ്രസിഡന്റ് ആയുള്ള വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ചീഫ് ലീഡർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആണ്. അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടി 1962. ഭാരത് രത്ന എന്ന് തൊട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്? 1954 തൊട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. ആർക്കൊക്കെയായിരുന്നു കൊടുത്ത ആദ്യത്തെ ഭാരത് രത്ന? CV രാമൻ, C രാജഗോപാൽ ആചാരി, അതുപോലെ തന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇത്രയും പേർക്കായിരുന്നു ആദ്യത്തെ ഭാരതരത്ന കൊടുത്തത് 1954. ഓക്കെ. ഇദ്ദേഹത്തിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഭാരതരത്ന കിട്ടിയത് 1962 ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വോട്ട് കിട്ടിയ വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വോട്ട് കിട്ടിയ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ ദേശ് ഹിന്ദി എന്ന മാഗസീന്റെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രെമറ്റോറിയം എന്ന് പറഞ്ഞാൽ സമാധി സ്ഥലം, അതിന് പറയുന്ന പേരെന്താണ്? മഹാപ്രയാൺഘട്ട് എന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ക്രെമറ്റോറിയത്തിന് പറയുന്ന പേര്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഇന്ത്യ ഡിവൈഡഡ് സിൻസ് ഇൻഡിപെൻഡൻസ്, സത്യാഗ്രഹ അറ്റ് ചമ്പരൻ. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. സോ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. കാരണം നമുക്കറിയാം എന്താണ് രാജ്യസഭയിലെ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. സോ ഫാദർ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 5 നമ്മൾ എല്ലാ വർഷവും എന്തായിട്ട് ആഘോഷിക്കും? ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കും. നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 5 ആണ്. അപ്പോൾ വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ്? ഒക്ടോബർ 5 ആണ്. ഓക്കെ. ഒക്ടോബർ 5 ആണ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ. സെപ്റ്റംബർ 5. ആരുടെ ബർത്ത്ഡേ ആണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടി. ഭാരതരത്ന എന്താണ്? ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന. 1954 കിട്ടി. ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ 1962. ആദ്യത്തെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. പ്രസിഡന്റിന് 3 ടൈപ്സ് എമർജൻസി പ്രസിഡന്റിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഏതൊക്കെയാണ്? നാഷണൽ,
സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ. ഈ 3 എമർജൻസി പ്രസിഡന്റിനാണ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത്. നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 352. സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. ഓക്കെ ആണല്ലോ. അതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ച ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇൻ 1962. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ്? ഇൻഡോ ചൈന വാറിന്റെ സമയത്താണ് അദ്ദേഹം ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇൻ 1962. 1962 ഇൻഡോ ചൈന വാറിൽ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ ഇൻഡോ പാക് വാർ 1965 ആരായിരുന്നു പ്രസിഡന്റ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് ഇന്ത്യൻ ഫിലോസഫി ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ്. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഞാൻ പറഞ്ഞു ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ്. ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. പദവിയിലിരിക്കെ കണ്ടോ, ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ടു ഡൈ ഇൻ ഓഫീസ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അതുപോലെ തന്നെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റുമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എത്രയായിരുന്നു? 1967 to 69. 1969 ആകെ 2 ഇയേഴ്സ് മാത്രമേ ഇരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അദ്ദേഹം നേരത്തെ എന്താണ്? ഗവർണർ ഓഫ് ബീഹാർ ആണ്. ഗവർണർ ആയ ശേഷം പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഗവർണർ ആയ ശേഷം പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അതുപോലെ തന്നെ അദ്ദേഹം രാജ്യസഭാ മെമ്പറും ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഭാരതരത്ന 1963 കിട്ടിയത്. ഭാരതരത്ന അദ്ദേഹത്തിന് കിട്ടി 1963. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് എ ഡൈനാമിക് യൂണിവേഴ്സിറ്റി ആൻ എസ്സേ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. എ ഡൈനാമിക് യൂണിവേഴ്സിറ്റി ആൻ എസ്സേ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വി വി ഗിരി. ഞാൻ പറഞ്ഞു V.V. Giri is the 4th president of India and first acting president. എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ച ശേഷം കുറച്ചു നാള് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടായിരുന്നു വി ഗിരി ഇരുന്നത്. അതിനുശേഷം 1969 മെയ് ടു ജൂൺ ആണ് 1969 to 1974 ആണ് അദ്ദേഹം 5 വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്നു. ആദ്യമേ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വരാഹഗിരി വെങ്കട്ടഗിരി എന്നാണ്. ഓക്കെ, ഇദ്ദേഹം he became the only president to be elected as an independent. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ആദ്യത്തെ പേഴ്സൺ ആണ് ആര്? വി ഗിരി. അദ്ദേഹത്തിന് 1975 എന്ത് കിട്ടി? ഭാരത് രത്ന കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും വി ഗിരിയാണ്. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 5 വർഷം 1969 to 74. ഓക്കെ, നെക്സ്റ്റ് വൺ, അഞ്ചാമത്തെ ഞാൻ പറഞ്ഞ എക്സെപ്ഷണൽ കേസിലാണ്. ഇദ്ദേഹം 3 ഇയേഴ്സ് മാത്രമേ ഇരുന്നുള്ളൂ. 1974 to 1977 മാത്രമേ വരെ ഇരുന്നുള്ളൂ. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ ആണല്ലോ. ഹി വാസ് ദ സെക്കൻഡ് പ്രസിഡന്റ് ഹു ഡൈഡ് ഇൻ ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ്. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അദ്ദേഹത്തിനെ അതുകൊണ്ട് നമ്മുടെ അൺലക്കി പ്രസിഡന്റ് എന്നറിയപ്പെടും. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് തന്നെ. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഹി പ്രൊക്ലെയിംഡ് സ്റ്റേറ്റ് ഓഫ് നാഷണൽ എമർജൻസി ഇൻ 1975. 1975 സ്റ്റേറ്റ് ഓഫ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു. ഓക്കെ ആണല്ലോ. സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ച ആൾ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു 1962. പക്ഷെ ഇദ്ദേഹം സ്റ്റേറ്റ് ഓഫ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അദ്ദേഹം 1975 നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? 352 ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച വ്യക്തിയും ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പ്രഖ്യാപിച്ചതും ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓർഡിനൻസിന്റെ ആർട്ടിക്കിൾ എത്രയായിരുന്നു? ഞാൻ പറഞ്ഞു 1, 2, 3. ആർട്ടിക്കിൾ 1, 2, 3 ആണ് ഓർഡിനൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നീലം സഞ്ജീവ റെഡ്ഡി. ഞാൻ പറഞ്ഞു അദ്ദേഹം 5 വർഷം തന്നെ പദവിയിലിരുന്നു.
1977 to 1982 ആണ്. ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. അപ്പം ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയിട്ട് വന്ന ആദ്യത്തെ വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. അതുപോലെ തന്നെ അദ്ദേഹം ആരൊക്കെയായിരുന്നു? സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ലോകസഭാ സ്പീക്കർ ആയിരുന്നു. CM ആയിരുന്നു. ഇത്രയും ആയതിനു ശേഷം പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം ആദ്യത്തെ തവണ മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. രണ്ടാമത്തെ തവണ മത്സരിച്ചു, ഒരു ഒപ്പോസിഷനും ഇല്ലാതെ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അതുപോലെ തന്നെ യങ്ങസ്റ്റ് പ്രസിഡന്റ് ആണ് നീലം സഞ്ജീവ റെഡ്ഡി. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ട്രെയിൻ യാത്ര നടത്തിയ ആദ്യത്തെ പ്രസിഡന്റ് ആണ് നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഗ്യാനി സെയിൽ സിംഗ്. ഞാൻ പറഞ്ഞു ഗ്യാനി സെയിൽ സിംഗ് 1982. അദ്ദേഹവും 5 വർഷം തന്നെയായിരുന്നു. 1982 to 1987 കാലഘട്ടം ഓർത്തു വെച്ചേക്കണം. ആ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് 5 വർഷം വെച്ച് ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അതിൻ്റെ കൂടെ 2 എക്സെപ്ഷൻ കേസേ ഉള്ളൂ, അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗ്യാനി സെയിൽ സിംഗ് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഫസ്റ്റ് സിഖ് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ് ആൻഡ് മിനിസ്റ്റർ അറ്റ് ദ സെൻട്രലിലെ മിനിസ്റ്ററും പഞ്ചാബിലെ CM ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. അതുപോലെ തന്നെ ആദ്യത്തെ സിഖ് പ്രസിഡന്റ് ആണ്. പിന്നെ അസാസിനേഷൻ ഓഫ് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന്റെ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നു ഗ്യാനി സെയിൽ സിംഗ്. ഇന്ദിരാഗാന്ധി മരിച്ചത് എന്നാണ്? 1984 അതെ. ഗ്യാനി സെയിൽ സിംഗിന്റെ കാലഘട്ടം 1982 to 1987 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. സോ അന്നേരം ആരായിരുന്നു പ്രസിഡന്റ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ ചോദിക്കാം. ഇപ്പം TCS ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്ദിരാഗാന്ധി അസാസിനേഷന്റെ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അല്ല നേരിട്ടൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ R വെങ്കിട്ടരാമൻ. ഞാൻ പറഞ്ഞു ആ കോഡിനകത്ത് ഓർമ്മയുണ്ടല്ലോ, R വെങ്കിട്ടരാമൻ. അദ്ദേഹം 5 വർഷമാണ്, 1987 to 1992. ഓക്കെ ആണല്ലോ. ചൈന സന്ദർശിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആണ് R വെങ്കിട്ടരാമൻ. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റും R വെങ്കിട്ടരാമനാണ്. യങ്ങസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. ഓർമ്മയുണ്ടല്ലോ. ഓൾഡസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? R വെങ്കിട്ടരാമൻ. അദ്ദേഹം നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 1984 to 1987 വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് വെങ്കിട്ടരാമൻ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്തു വെക്കണം, കാരണം ചില ക്വസ്റ്റ്യൻ അത് ചോദിക്കും. കുറെ പേരുടെ കാലഘട്ടം, നെയിം തരും, എന്നിട്ട് ഓർഡറിൽ എഴുതാൻ. അപ്പൊ നമുക്ക് ഈ കാലഘട്ടം അറിഞ്ഞു വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർഡറിലൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയതിനു ശേഷം, സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയതിനു ശേഷം ഫിനാൻസ് മിനിസ്റ്റർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തിയാണ് R വെങ്കിട്ടരാമൻ. സെൻട്രലിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയ, കേന്ദ്രത്തിലെ ധനകാര്യം കൈകാര്യം ചെയ്തതിന് ശേഷം വന്ന ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു R വെങ്കിട്ടരാമൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അദ്ദേഹവും 5 വർഷം തന്നെ ആയിരുന്നു, 1992 to 1997. ഓക്കെ, അദ്ദേഹവും വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തിയാണ്. ഇതൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇതിനകത്ത് വൈസ് പ്രസിഡന്റ് അല്ലാതെ ആരായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിച്ചു വെച്ചാൽ, ഈ പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്തൊന്നും കിട്ടും. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GK എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്കോറിംഗ് പോയിന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കണം. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അദ്ദേഹം
ഭോപ്പാലിന്റെ CM ആയിരുന്നു, ക്യാബിനറ്റ് മിനിസ്റ്ററും ആയിരുന്നു. അപ്പൊ ക്യാബിനറ്റ് മിനിസ്റ്റർ പദവിയിൽ ഇരുന്നിട്ടുണ്ട്, CM ആയിരുന്നു. അതെല്ലാം ശേഷമാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് വന്നത് 1992 to 1997. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ KR നാരായണൻ. KR നാരായണൻ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ്, മലയാളിയാണ്. ഫസ്റ്റ് മലയാളിയാണ്, ഫസ്റ്റ് മലയാളി പേഴ്സൺ ടു റിസീവ് ദ ഹയസ്റ്റ് ഓഫീസ് ഓഫ് ദ കൺട്രി. ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ ഫസ്റ്റ് മലയാളി ചെയർമാൻ കൂടിയാണ് KR നാരായണൻ. അതുപോലെ തന്നെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ആണ് KR നാരായണൻ. സെക്കൻഡ് ദളിത് ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദ് ആണ്. അതിനെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രസിഡന്റ് വോട്ട് ഇൻ ലോകസഭ ഇലക്ഷൻ ഇൻ 1998. ആദ്യമായിട്ട് ലോകസഭ ഇലക്ഷനകത്ത് വോട്ട് ചെയ്തത് ആദ്യത്തെ പ്രസിഡന്റ് ആണ് KR നാരായണൻ. അതുപോലെ തന്നെ വേറെന്താണ്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വോട്ടും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടും കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ച വ്യക്തിയുമാണ് KR നാരായണൻ. അതുപോലെ തന്നെ കാർഗിൽ വാറിന്റെ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ്? ഇതൊക്കെ ചോദിക്കാം. കാർഗിൽ വാറിന്റെ സമയത്ത്, കാർഗിൽ വാർ എന്നായിരുന്നു? 1999 ആയിരുന്നു. കാർഗിൽ വാറിന്റെ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ്? KR നാരായണനാണ്. കാരണം KR നാരായണന്റെ കാലഘട്ടം നമുക്കറിയാം 1997 to 2002. അപ്പൊ കാർഗിൽ വാർ 1999 ആയിരുന്നു. അപ്പൊ കാർഗിൽ വാറിന്റെ സമയത്തെ പ്രസിഡന്റ് KR നാരായണനാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് ആയിട്ട് കാർഗിൽ വിജയ് ദിവസ് എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. കാർഗിൽ വിജയ് ദിവസ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ്? 26 ജൂലൈ ആണ് കാർഗിൽ വിജയ് ദിവസ്. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഡേറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം 5 വർഷം നമ്മുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നു, 2002 തൊട്ട് 2007 വരെ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു ടുക്ക് ഓവർ ദ പോസ്റ്റ് ഓഫ് ഇന്ത്യ. ആദ്യത്തെ സയന്റിസ്റ്റ് ആണ്, പ്രസിഡന്റായി പദവിയിലിരിക്കുന്ന ആദ്യത്തെ സയന്റിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 1997 ഭാരത് രത്ന കിട്ടി. 1997 അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടി. പിന്നെന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്? സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലർ ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അതുപോലെ തന്നെ 1 രൂപ മാത്രം പ്രതിഫലം വാങ്ങിച്ച പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെട്ടു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, എ വിഷൻ ഫോർ മില്ലേനിയം, ഇഗ്നൈറ്റ് മൈൻഡ്സ്, അൺലീസിംഗ് ദ പവർ വിത്തിൻ. വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ ആണല്ലോ. ഒരുപാട് ബുക്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ആണ് പറഞ്ഞത്. ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ പ്രത്യേകം വീഡിയോ ഇടുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ, ശ്രീമതി പ്രതിഭ പാട്ടേൽ. ആദ്യത്തെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആണ് ശ്രീമതി പ്രതിഭ പാട്ടേൽ. 2007 തൊട്ട് 2012 5 വർഷം തന്നെ നമ്മുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നു. ഓക്കെ. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവർണർ ഓഫ് രാജസ്ഥാൻ ആയിരുന്നു, രാജസ്ഥാനിലെ ഗവർണർ ആയിരുന്നു. അതിനുശേഷമാണ് പ്രസിഡന്റ് ആയിട്ട് വന്നത്. അതുപോലെ തന്നെ അവരെ കുറിച്ച് പറയുവാണെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തിയാണ് പ്രതിഭ പാട്ടീൽ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആയ ശേഷം പ്രസിഡന്റ് ആയ വ്യക്തിയും കൂടിയാണ് പ്രതിഭ പാട്ടേൽ. ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹവും. 2007 തൊട്ട് 2012 വരെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഫ്ലൈ സുക്കോയിലേക്ക് ഫ്ലൈ ചെയ്ത ആദ്യത്തെ വുമൺ പ്രസിഡന്റും ആയിരുന്നു
പ്രതിഭ പാട്ടീൽ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രണബ് മുഖർജി. പ്രണബ് മുഖർജി 5 വർഷം തന്നെയായിരുന്നു, 2012 തൊട്ട് 2017 വരെ. പ്രണബ് മുഖർജി വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് ബിഫോർ കണ്ടസ്റ്റിംഗ് ദ പ്രസിഡന്റ് ഇലക്ഷൻ. പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ നമ്മുടെ കേന്ദ്രത്തിലെ ധനകാര്യം കൈകാര്യം ചെയ്ത മിനിസ്റ്റർ ആയിരുന്നു പ്രണബ് മുഖർജി. ആദ്യത്തെ ആളാരായിരുന്നു? വെങ്കിട്ടരാമൻ, ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ വ്യക്തിയാണ് പ്രണബ് മുഖർജി. ഓക്കെ, അദ്ദേഹത്തിന് പാർലമെന്ററി അവാർഡ് 1997 കിട്ടി. ആൻഡ് പത്മവിഭൂഷൺ എന്ന് പറഞ്ഞ എന്താണ്? ഇന്ത്യ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നമുക്കറിയാം ഭാരതരത്നയാണ്. സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് പത്മവിഭൂഷൺ. അത് 2008 അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം 2020 അന്തരിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ രാംനാഥ് കോവിന്ദ്. നമ്മുടെ 14ാമത്തെ വ്യക്തിയും 15ാമത്തെ പ്രസിഡന്റുമാണ്. ഇപ്പം നമ്മുടെ സ്റ്റിൽ 2017 തൊട്ട് ഇപ്പൊ സ്റ്റിൽ ഇദ്ദേഹമാണ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത്. അദ്ദേഹം ഒക്ടോബർ 1, 1945 ഉത്തർപ്രദേശിലാണ് ബോൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ലോയർ ആണ്, പൊളിറ്റീഷ്യനും കൂടെയാണ്. ഓക്കെ, ഹി ഈസ് ദ 14th ആൻഡ് കറന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 14ാമത്തെ വ്യക്തിയാണ്, 15ാമത്തെ പ്രസിഡന്റുമാണ്. ഓക്കെ, ഹി ബിക്കെയിം ദ പ്രസിഡന്റ് ആൻഡ് ഹി ഈസ് എ മെമ്പർ ഓഫ് ഭാരതീയ ജനതാ പാർട്ടി. അദ്ദേഹം BJPയുടെ ഒരു മെമ്പറുമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് എന്നാണ്? 2017 ജൂലൈ 25 അദ്ദേഹം ഗവർണർ ഓഫ് ബീഹാറിലെ ഗവർണർ ആയിരുന്നു. അതിനുശേഷം വന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സെക്കൻഡ് ദളിത് പ്രസിഡന്റ് ആണ് ഡോക്ടർ രാംനാഥ് കോവിന്ദ്. ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ആരായിരുന്നു? KR നാരായണൻ ആയിരുന്നു. സെക്കൻഡ് നമ്മുടെ രാംനാഥ് കോവിന്ദ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രസിഡന്റുമാര്, ഇന്ത്യയിലെ പ്രസിഡന്റുമാര്. നമ്മളപ്പോൾ 1952 ഇതുവരെയുള്ള ടിൽ ഡേറ്റ് വരെയുള്ള പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു കോഡ് പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വീഡിയോ കാണാം, ക്ലാസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.